ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വെറും തെമ്മാടിയായ ദീപക് അവന്റെ കയ്യിലേക്ക് ആ പാവം മാഡത്തിന്റെ ജീവൻ വിട്ടുകൊടുക്കുന്നവരുടെ കൂട്ടത്തില് നീ ഉണ്ടാവരുത് മോനെ. ആ രാജുവിന്റെ കൂടെ ഇവളെ ഇറക്കി വിടുന്ന കച്ചവടത്തിലെ രുക്മിണിക്ക് നഷ്ടമേ ഉണ്ടാവൂ. ആ ഒരു നീറ്റലേ എനിക്ക് നന്നായിട്ടുണ്ട് അംബികെ. അപ്പോ ഏത് നിമിഷം വേണമെങ്കിലും രുക്മിണി രാജുവിന്റെയും രമ്യയുടെയും വിവാഹ കാര്യത്തിൽ കൂറുമാറിയേക്കാം അല്ലേ? ദേ ഇവളുടെ നിർബന്ധം കൊണ്ടാ. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടും കൊള്ളാവുന്ന ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് രാജുവിന് ആരെങ്കിലും പെണ്ണു കൊടുക്കോ? ഒരിക്കലും പട്ടിണിയും പരിവട്ടവും മാറാത്ത ഒരു ഗതികെട്ട കുടുംബം. ആദർശം പറയാനാണെങ്കിൽ 100 നാവും. എന്റെ മോളുടെ തലവിധി. അല്ലാതെ എന്തു പറയാനാ? രുക്മിണിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന രാജുവിനെ രുക്മിണിയുടെ മകളെ കൊണ്ട് തളയ്ക്കാനുള്ള എന്റെ ഉദ്ദേശം നടക്കുമെങ്കിൽ രുക്മിണിയുടെ ഈ വിഷമം മാറ്റേണ്ടത് എന്റെ കടമയാ. അംബികമ്മയുടെ എന്തേ പറയുന്നത്? ദേ രമ്യേ, ഞങ്ങള് മുതിർന്നവര് സംസാരിക്കുന്നുണ്ടല്ലോ, നീ കുറച്ചുനേരം സമാധാനമായി മിണ്ടാതെ നിക്ക്. രുക്മിണി, നിങ്ങളുടെ മകളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും ഇപ്പോ ഇവൾ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്ന അതേ സുഖത്തിലും സന്തോഷത്തിലും ഇവള് മുന്നോട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതെ. രുക്മിണി നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ആളാണെന്ന് എനിക്കറിയാം. എനിക്ക് ചെയ്തു തരുന്നതിനൊന്നും പ്രതിഫലമായിട്ടല്ല, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ രുക്മിണിക്കൊരു തുക നൽകാം. രുക്മിണി ആ തുക മകൾക്ക് നൽകുകയോ മകൾക്ക് ബിസിനസ് തുടങ്ങാൻ നൽകുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ തരുന്ന തുക രമ്യക്ക് നൽകണമെന്ന ഒരു നിബന്ധന മാത്രമേ എനിക്കുള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. നീ ഒന്ന് ചുമ്മാതിരിക്കടി. അംബികെ പറയ്, എത്രയാ അംബിക തരാൻ ഉദ്ദേശിക്കുന്ന തുക? അമ്മേ, രമ്യേ, ഞാൻ പറഞ്ഞില്ലേ, ഇതെന്റെ സന്തോഷത്തിന് പൂർണ്ണ മനസ്സോടെ ഞാൻ തരുന്ന തുകയാ. രുക്മിണി, 50 ലക്ഷം. 50 ലക്ഷം രൂപ ഞാൻ തരാം. 50 ലക്ഷം? അത് നടക്കില്ല. അംബിക പറഞ്ഞതുപോലെ എനിക്കെല്ലാം കച്ചവടം. അതുകൊണ്ട് തുക ഞാൻ പറയും, അംബിക അതനുസരിക്കും. അംബികയ്ക്കറിയാലോ, ഞാനൊന്ന് മനസ്സ് വെച്ചാ അംബികയും എന്റെ മകൾ രമ്യയും എന്നല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും രാജുവായുള്ള രമ്യയുടെ വിവാഹം നടക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ കോടികൾ വരുന്ന ആസ്തിയുടെ കണക്കൊക്കെ എന്റെ കാരണവന്മാര് പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. 50 ലക്ഷമൊക്കെ നിങ്ങൾക്കൊരു തുകയാണോ അംബിക? എന്നാ പറയ്, എത്ര വേണം? അംബിക പറഞ്ഞ 50 ലക്ഷത്തിന്റെ കൂടെ ഒരു 50 ലക്ഷം കൂടി ചേർത്ത് 1 കോടിയായിട്ട് എനിക്ക്, അല്ല എന്റെ മകൾക്ക് തന്നാൽ രാജുവിന്റെ രമ്യയുടെ വിവാഹം പൂർണ്ണ മനസ്സോടെ ഞാൻ നടത്തിത്തരും. എന്തു പറയുന്നു? കണക്കില്ലാത്ത കോടികൾ കയ്യിൽ വരാൻ പോകുമ്പോ 1 കോടി എന്നത് ഇത്രയും ആലോചിക്കേണ്ട കാര്യമാണോ അംബികെ? ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. രാജുവിന്റെയും രമ്യയുടെയും വിവാഹത്തിന് 50 ലക്ഷം. വിവാഹം കഴിഞ്ഞ് അവരൊരു പുതിയ ജീവിതം തുടങ്ങി. എന്റെ വഴിക്ക് രാജു ഒരു ശല്യമാവില്ലെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞ ബാക്കി 50 ലക്ഷം. പൂർണ്ണ ബോധ്യാവോന്ന് വെച്ചാ? എന്നുവെച്ചാ രാജു രമ്യയുടെ വരുതിക്ക് വരുന്നു എന്ന് എനിക്ക് മനസ്സിലായ അപ്പൊ ബാക്കി 50 ലക്ഷം. സമ്മതം. വാക്ക് പറഞ്ഞാ മാത്രം പോരാ, എഗ്രിമെന്റ് വേണം. ആ ശരി, ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമുക്കൊന്നിരിക്കാം. ശരി.
ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു അംബിക മാഡം. ആവശ്യമുണ്ട് രമ്യ. നീ ഇപ്പോ അമ്മയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്. ഞാൻ വിളിക്കാം. ശരി. ദീപകെ, എന്തായി? പത്മാവതി താമസിക്കുന്ന എവിടെയാണെന്ന് മനസ്സിലായോ? ഇല്ല അമ്മേ. ഒഴിഞ്ഞു കിടന്നിരുന്ന വീട്ടിൽ വന്ന പുതിയ താമസക്കാരെ ഞാൻ ഈ കര മുഴുവൻ തെരഞ്ഞു. പക്ഷേ എവിടെയും എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെവിടെയാണെങ്കിലും ഞാൻ അവരെ ഉടനെ കണ്ടുപിടിക്കും. ശരി, എങ്കിൽ നീ തൽക്കാലം വീട്ടിലേക്ക് വാ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശരി അമ്മേ. ശരി. എങ്ങനെയെങ്കിലും രാജുവിനോട് സംസാരിച്ച് അവന്റെ മനസ്സ് മാറ്റണം. ദീപക്കുമായിട്ടുള്ള റിയ മാഡത്തിന്റെ വിവാഹം മുടക്കാൻ രാജു ഒന്ന് മനസ്സ് വെച്ച വളരെ നിസ്സാരമായി നടക്കും. സന്ദീപേ, ഞാൻ പറഞ്ഞല്ലോ, പൂക്കളെല്ലാം ഫ്രഷ് ആയിരിക്കണം. പിന്നെ വാടിയ പൂക്കളോ പ്ലാസ്റ്റിക് പൂക്കളോ കൊണ്ടുള്ള ഒരു ഡെക്കറേഷനും പാടില്ല. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എന്തിനാ നീ കോള് കട്ട് ചെയ്ത് കളഞ്ഞത്? നിന്നെ ഇവിടെ ആരും ഒന്നിനും തടയുകയോ തടസ്സം പറയുകയില്ലല്ലോ. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നീ ചെയ്യുന്നു. നീ ചെയ്തോ? എന്നെ കണ്ട് കോള് കട്ട് ചെയ്ത് ബഹുമാനം കാണിക്കാനോ അതോ ഞാൻ വഴക്കുറയുന്ന ഓർത്തിട്ടോ? അച്ഛാ, ഞാൻ വേണ്ട രാജു, നിന്റെ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷെ ഒരു കാര്യം നിന്നോട് അച്ഛന് പറയാനുണ്ട്. മോനെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുള്ള വിശ്വാസം അത് വളരെ വലിയ മഹത്തായ കാര്യമാണ്. അത്രയും സുഖസൗകര്യങ്ങൾക്കിടയിൽ വളർന്ന ആ മന്ത്രിപുത്രിയുടെ മനസ്സിൽ നിന്നോടുള്ള വിശ്വാസത്തിന്റെ വിത്ത് പാകിയത് നീ തന്നെയാണ്. അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീ എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുമെന്ന ധൈര്യമാണ് ആ കുട്ടിക്ക് നിന്നോടുള്ള ഇഷ്ടമായി മാറിയത്. അത് ചിലപ്പോ ആ കുട്ടിയുടെ തെറ്റായിരിക്കാം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കണ്ണി ചോരയില്ലാത്ത ആ അമ്മയുടെ മകനുണ്ടല്ലോ, വെറും തെമ്മാടിയായ ദീപക്ക്, അവന്റെ കയ്യിലേക്ക് ആ പാവം മാഡത്തിന്റെ ജീവൻ വിട്ടുകൊടുക്കുന്നവരുടെ കൂട്ടത്തില് നീ ഉണ്ടാവരുത് മോനെ. ഉണ്ടായാൽ ആ പാവം പെൺകുട്ടിയുടെ ശാപം നിനക്ക് കിട്ടും മോനെ. അകലേ നോവിനാലേ